ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്സ് ആണ്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആണത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/4 കപ്പിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടുതലായിട്ട് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാര മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ഇത് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റവ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ റവയും നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഞാൻ റവ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു 3.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഈ ഒരു ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാൽപ്പൊടി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി നമ്മുടെ റവയിൽ എല്ലായിടത്തും റെഡിയായിട്ട് കിട്ടണം. ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ റൗണ്ടിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ഷേപ്പൊന്നും നമുക്ക് എന്താ പറയുക, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കൂടി ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞാനിതാ ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. റവയാണ്, അതുകൊണ്ടിട്ട് തന്നെ വേഗത്തിൽ പുറം ഭാഗം കരിയും, ഉൾഭാഗം ചിലപ്പോൾ റെഡിയായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ റവ ആയത് കൊണ്ടിട്ട് ഒന്ന് പൊടിഞ്ഞ് പോവോ എന്നുള്ളൊരു പേടിക്കും വേണ്ടിയിട്ട് ഓരോന്നായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി ബാക്കി കൂടി ഞാനിത് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലാ സ്നാക്സും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ സ്നാക്സിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. അപ്പോൾ എന്താ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എന്താ പറയുക, ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മുറിച്ചിട്ട് നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാം സപ്പോർട്ടും ചെയ്യട്ടോ. ഓക്കെ, ബൈ.